ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റോഡ് സൈഡിലെല്ലാം കണ്ടുവരുന്ന ഒറിജിനൽ പുല്ല് തന്നെയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് പുല്ലിനെ എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പുല്ല് എടുക്കുന്ന സമയത്ത് നല്ല പച്ചയായിട്ടുള്ള പുല്ല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങിയ പുല്ലാവുമ്പോൾ നമുക്കതിൻ്റെ സീഡ്സ് എല്ലാം അതിൽ നിന്നും വീണ് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പച്ചയായിട്ടുള്ള പുല്ല് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് നല്ല ഡാർക്ക് കളറുള്ള ഗ്രീൻ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റിനോട് കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ സ്പോഞ്ച് കൊണ്ട് ഒന്ന് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫെവിക്കോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്നറിയാം. ഒരുപാട് കാലം നമുക്ക് ഈ ഒരു പുല്ലിനെ നല്ല ഭംഗിയായി നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സീഡ്സൊക്കെ അതിലേക്ക് നല്ല കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും കേട്ടോ. അതൊന്നും വീണ് പോവുകയൊന്നും ചെയ്യില്ല. അതാണ് ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് യെല്ലോ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോളും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഒന്നുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിനായിട്ട് ഞാനിതാ കുറച്ച് യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ കളറിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളമെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഫെവിക്കോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പോഞ്ചിൽ ഓൾറെഡി കുറച്ച് ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഷെയ്ഡിൽ നമുക്ക് ഗ്രീൻ കളറിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് വേറെ നമ്മുടെ ഈ ഒരു കല്ലിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായൽ, ആ ഒരു ടൈപ്പിലുള്ള പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഐഡിയാസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നല്ല തരി കുറഞ്ഞിട്ടുള്ള മണലുണ്ടല്ലോ, ഈ മണലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മണലിലേക്ക് നല്ല ഗ്രീൻ കളറിനെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി ലുക്കായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വേണം. അതിനായിട്ട് ഇതുപോലെ കുറച്ച് മണലൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് യെല്ലോ കളറും ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണലിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ചേർക്കാതിരിക്കുക. അപ്പം അതിലേക്ക് ഇങ്ങനെ കട്ടയായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം വെള്ളമൊന്നും ചേർക്കേണ്ട, നമുക്ക് മാക്സിമം കൈ കൊണ്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കാം. അടുത്തതായിട്ട് തേങ്ങാപ്പീരയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ പാലൊക്കെ എടുത്തിട്ട് അതിൽ വേസ്റ്റ് വരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് തേങ്ങാപ്പീര. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ കളർ ചെയ്തെടുക്കാം. ഞാൻ റോസ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റോസ് കളറിൻ്റെ കൂടെ തന്നെ ഞാൻ യെല്ലോ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില മരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, റോസ് ഇലകളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഒറിജിനലായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത് ചിത്രങ്ങളിലാണ്. അപ്പോൾ അതുപോലത്തെ മരങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ റോസ് കളർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീഫ് അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പുല്ലുകളെ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മണ്ണ് ഒക്കെ ഡിസൈൻ ചെയ്യാനല്ല, മണ്ണൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണലിലേക്ക് ഇതുപോലെ കോഫി കളറിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോഫി കളറിനെ അതിലേക്ക് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള കോഫി കളറുള്ള മണ്ണ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോഞ്ചിലേക്ക് ഞാൻ കുറച്ച് തിന്നർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ കളറിനെ ഒന്ന് കൈകൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിന്നർ എന്താണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. മിക്സിയുടെ ആ ഒരു ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അടിപൊളി ലുക്കാണ് ഇത് കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ലീഫുകളെല്ലാം വെച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഒരു ലീഫുകളെല്ലാം വെച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക.
ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.